മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കറിനെ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ സെക്രട്ടറിയായി നിയമിച്ചത് രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന നടപടിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. രത്തൻ യു കേൽക്കറിനെ നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. നിയമനത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് കോൺഗ്രസിന്റെ വിശദീകരണം. ബംഗാളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന മനോജ് അഗർവാളിനെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ചീഫ് സെക്രട്ടറിയായി നിയമിച്ചതിനെ വിമർശിച്ച കോൺഗ്രസ് അതേ നടപടിയാണ് കേരളത്തിൽ ചെയ്തതെന്നാണ് CPMന്റെ വിമർശനം. ബംഗാളിലെ വിഷയത്തിൽ രാഹുൽ ഗാന്ധി എതിർക്കുമ്പോൾ കേരളത്തിൽ നിയമനം നടക്കുകയാണെന്ന് മുൻ മന്ത്രി പി രാജീവ് ആരോപിച്ചു. രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ദേശീയ നേതൃത്വവും നിലപാട് വ്യക്തമാക്കണമെന്നും പി രാജീവ് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ തന്നെ നിയമിക്കുന്നത് പൊതുവെ ഇപ്പോൾ വലിയൊരു ആശങ്കകൾ സമൂഹത്തിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന കൂടി നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഗൗരവമായ സംഗതിയാണ്. അപ്പോൾ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. ബംഗാളിലെടുത്ത നിലപാട് തന്നെയാണോ കേരളത്തിൽ ഈ കാര്യത്തിലുള്ളതെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കേണ്ടതുണ്ട്. രത്തൻ യു കേൽക്കറിനെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാക്കിയത് എന്തിനുള്ള പ്രതിഫലമാണെന്ന് VK സനോജ് MLA ചോദിച്ചു. കൊള്ളയ്ക്കുള്ള പ്രതിഫലമാണോ അതോ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമോ എന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ പരിഹസിച്ചു. തീരുമാനത്തിൽ രാഷ്ട്രീയമില്ലെന്നും രത്തൻ യു കേൽക്കർ കാര്യശേഷിയുള്ള ഉദ്യോഗസ്ഥനാണെന്നുമാണ് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ പ്രതികരണം. രത്തൻ കേൽക്കർ എന്ന വ്യക്തിക്കെതിരെ നമ്മൾ അങ്ങനെ ആശയം ഉന്നയിച്ചില്ല. അദ്ദേഹം കണ്ണൂർ ജില്ലാ കളക്ടറായിരുന്നു. നല്ല സൗമ്യനായ കാര്യശേഷിയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. പിന്നീട് അദ്ദേഹം പല വകുപ്പുകളിലും പരിസ്ഥിതി ഉൾപ്പെടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിയമനത്തിന് അങ്ങനെ പൊളിറ്റിക്സ് ഒന്നുമില്ല. കാരണം ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നല്ലോ, ഞങ്ങളെ സഹായിച്ചിട്ടില്ലല്ലോ, ഞങ്ങളെ നിയന്ത്രണത്തിലായിരുന്നില്ലോ അദ്ദേഹം. അതേസമയം വിഷയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.